ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേഷനിലേക്കാണ് പോകുന്നത്. നമ്മുടെ വീട്ടിൽ ഇന്ന് രാവിലെ തന്നെ അടി തുടങ്ങിയിരിക്കുകയാണ്. ഒരു ഗുഡ് മോർണിംഗിൻ്റെ പേരിലാണ് രാവിലത്തെ വഴക്ക്. അതായത് അനീഷിനോട് എല്ലാവരും ഗുഡ് മോർണിംഗ് പറഞ്ഞു. അനീഷ് ആരോടും തിരിച്ച് ഗുഡ് മോർണിംഗ് പറയുന്നില്ല. അതിന് പകരം സുപ്രഭാതം എന്ന് പറയുന്നു അനീഷ്. ഞാൻ ആരോടും ഗുഡ് മോർണിംഗ് എന്ന് പറയത്തില്ല, അതിന് പകരം ഞാൻ സുപ്രഭാതമെന്നേ പറയത്തുള്ളൂ എന്നാണ് അനീഷ് പറയുന്നത്. അതിനെ ചൊല്ലി വീട്ടിലുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അതിനെക്കുറിച്ച് പറയുന്നു. ഇയാളോട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, പറഞ്ഞതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്നൊക്കെ പറയുന്നു. ഇന്നലെ ഒരൊറ്റ ദിവസം കൊണ്ട് നല്ല രീതിയിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ അനീഷിന് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, വീടിനുള്ളിൽ വെറുതെ ഇരിക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെ ഗെയിം കളിക്കണമെന്ന് കൃത്യമായിട്ടൊരു ആലോചനയിലാണ് അനീഷ് ഉള്ളിലേക്ക് എത്തിയിരിക്കുന്നതെന്നുള്ളതിനൊരു സംശയവുമില്ല. പിന്നെ അനീഷിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞൊന്ന് മൂപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ സൈലൻ്റായിട്ട് നടക്കുകയാണ്. എതിരാളികൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞെന്നാൽ അത് മൈൻഡ് ചെയ്യാതെ ഓടിപ്പോകുന്ന ഒരു അനീഷിനെയാണ് നമ്മൾ ഇന്നലെയൊക്കെ കണ്ടത്. അപ്പോൾ അത് മറ്റൊരാൾക്ക് അത് നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് കേൾക്കാതിരിക്കുന്നത് ഭയങ്കരമായിട്ട് ചിലപ്പോൾ ഇറിറ്റേഷനാവും. അതൊക്കെ ഒരു ഭയങ്കര ഇമ്പാക്റ്റാണ് ഇതിനകത്ത് ഉണ്ടാക്കുന്നത്. ഇന്നത്തെ ഒരു ഗുഡ് മോർണിംഗ് പ്രശ്നം അതൊരു വലിയ പ്രശ്നമല്ല എങ്കിലും നമുക്കറിയാം, എല്ലാവർക്കും കണ്ടൻ്റാണല്ലോ ആവശ്യം. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരത് ഏറ്റുപിടിക്കുന്നുണ്ട്. അനീഷിൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഒറ്റയ്ക്ക് നിൽക്കുന്നവർക്ക് ഗ്രൗണ്ട് സപ്പോർട്ട് കൂടുതലായിട്ട് കാണികളിലെ കിട്ടാറുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരു പക്ഷേ അനീഷും അങ്ങനെ ചെയ്യുന്നത്. പലപ്പോഴും ഇങ്ങനെ അതിനകത്ത് വെറുക്കപ്പെടുന്ന ആളുകളാണ് നമുക്കറിയാം പുറത്തൊരു സപ്പോർട്ട് കൂടുതലുണ്ടാകുന്ന എല്ലാ സീസൺ. ആ ഒരു ഗെയിം പ്ലാൻ തന്നെയായിരിക്കും അനീഷ് കൈക്കൊള്ളുന്നത്. കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് വീണ്ടും കാണാം.